അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് കിടിലനായുള്ള സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള മോഡൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് iQooന്റെ മോഡലാണ്. അതായത് iQoo Neo 7 Pro എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു മോഡൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയിലേക്ക്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ ജൂൺ പകുതി ആകുമ്പോഴത്തേക്കും ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ OnePlus 11R ഒരു എതിരാളിയായിട്ട് വരുന്നൊരു മോഡലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു OnePlus 11Rലും ആ ഒരു 8+ Gen 1 ആണ് വരുന്നത്. ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് വെച്ചാണെങ്കിൽ നമ്മുടെ OnePlus 11Rനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ രീതിയിലായിരിക്കും ഈ ഒരു Neo 7 Pro എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്നാപ്ഡ്രാഗണിന്റെ 8+ Gen 1 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് iQoo Neo 7 Pro എന്ന് പറയുന്ന ഒരു മോഡൽ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നത് ഏകദേശം ജൂൺ പകുതി ആകുമ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഡേറ്റ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. Motorola Edge 40 എന്ന് പറയുന്ന മോഡൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു മോഡലുണ്ട്, അതായത് പ്രോ വേരിയൻ്റ് ഉണ്ട്, Motorola Edge 40 Pro എന്ന് പറയുന്ന മോഡൽ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലും നമ്മുടെ ഈ ഒരു ജൂൺ അവസാനം ആകുമ്പോഴത്തേക്കും ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന മോഡലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ Xiaomi 13 അതുപോലെ OnePlusന്റെ 11 തമ്മിലുള്ള പ്രൈസ് ഉണ്ടല്ലോ, അതിലും താഴെ ആയിരിക്കും ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് പ്രൈസ് അറിയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു രണ്ട് മോഡൽസിൻ്റെയും ഏറ്റവും താഴെയായിട്ട് ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ അതിൻ്റെ ഒരു 55 അല്ലെങ്കിൽ 60,000 അത്രയും ബഡ്ജറ്റ് ആവുള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. LPDDR5Xന്റെ റാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് UFS 4.0ന്റെ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് IP68ന്റെ റേറ്റിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിൽ 8K 30 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 4K 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 60 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു ക്യാമറ സിസ്റ്റം നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു പവർഫുൾ ആയ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 4600 mAh ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. 125 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ജൂൺ അവസാനം ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു Motorola സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഫോൺ 2നെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായുള്ള ഒരു കാര്യം പുറത്തുവിട്ടുണ്ടായിരുന്നു. അവരുടെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പല മോഡൽസ് ഉണ്ടെന്നുള്ളതിൻ്റെ ലീക്കും കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി കാൽപ്പ് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ആയിരിക്കും എന്നുള്ളത് ഒരു ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും എന്നുള്ളതും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും. 4K 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരും എന്നുള്ളതും പറയുന്നുണ്ട്. 5000 mAh ബാറ്ററിയും അതുപോലെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവും എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടും. Android 13 കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ ജൂൺ അവസാനമായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 3 മോഡൽസിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അടുത്ത മോഡൽ എന്ന് പറയുന്നത് റിയൽമിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് റിയൽമി 11 എന്ന് പറയുന്ന മോഡലാണ് വരാൻ പോകുന്നത്. ഈ ഒരു മോഡലിൻ്റെ ഡിസൈനാണ് ഏറ്റവും കൂടുതലും നമുക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് ഈ ഒരു റിയൽമി 11 കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ബാക്ക് സൈഡിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു സിബിൻ്റെ ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങൾ അവർ അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ക്യാമറ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് വേറൊരു മോഡലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഏതാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അവർ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 200 മെഗാപിക്സലിൻ്റെ ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിയൽമി 10 Proൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അറൗണ്ട് ഒരു 30K ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടാൻ പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 7050 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 10 Proയിൽ ഉണ്ടായിരുന്ന അതേ ആ ഒരു ഡിസ്പ്ലേ പാറ്റേൺ തന്നെയാണ് ഈ ഒരു മോഡലും കൊണ്ടുവന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 200 മെഗാപിക്സലിൻ്റെ ആ ഒരു ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. വിത്ത് OS സപ്പോർട്ടുള്ള ക്യാമറയും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂൺ ഒരു പകുതി ആകുമ്പോഴത്തേക്കും ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് അവർ ഡേറ്റും കാര്യങ്ങളൊന്നും റിലീസ് ചെയ്തില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ജൂൺ പകുതി ആകുമ്പോഴത്തേക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയ കുറച്ച് മോഡൽസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ
കുറേ മോഡൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഈ ഒരു മാസം തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു മോഡൽസ് വരും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.